ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു സിമ്പിൾ ടേസ്റ്റി കാടാമുട്ട ബജ്ജി തയ്യാറാക്കിയെടുക്കാം. ഇവിടെ നമ്മൾ 20 കാടാമുട്ടയാണ് ഈ ഒരു ബജ്ജി തയ്യാറാക്കാനായിട്ട് അവിച്ച് അല്ലെങ്കിൽ പുഴുങ്ങി തോട് കളഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മാവ് കലക്കിയെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 150 ml കപ്പിൽ 1 കപ്പ് അളവിൽ കടലമാവ് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂണിൻ്റെ 1/3 ഭാഗം ഉപ്പ് എന്നിവയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ വിട്ടുപോയ മറ്റൊരു പ്രധാന ചേരുവയാണ് സോഡാപ്പൊടി. അത് നമുക്ക് ഈ മാവ് കലക്കിയെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മാവ് കലക്കിയെടുക്കാൻ ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ചേർക്കാൻ വിട്ടുപോയ സോഡാപ്പൊടി 1/4 ടീസ്പൂൺ അടുപ്പിച്ച് സോഡാപ്പൊടി ഉണ്ടാവും, അതുകൂടി ഇട്ട് മിക്സ് ചെയ്യാം. ബജ്ജി തയ്യാറാക്കാൻ ആവശ്യമായ മാവ് കലക്കിയെടുക്കുമ്പോൾ ആദ്യം തന്നെ കൂടുതലായിട്ടങ്ങ് വെള്ളം ചേർത്ത് കലക്കിയെടുക്കാൻ ശ്രമിക്കരുത്. മാവിൽ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് ഏകദേശം ഒരു ഇഡ്ഡലി മാവിനേക്കാൾ കട്ടിയിൽ വേണം മാവ് കലക്കിയെടുക്കാൻ. ഇവിടെ ഇപ്പോൾ ബജ്ജി തയ്യാറാക്കാൻ ആവശ്യമായ മാവ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റിന് വയ്ക്കാം. 10 മിനിറ്റുകൾക്ക് ശേഷം മുട്ട ഓരോന്നായിട്ട് മാവിൽ നല്ലതുപോലെ മുക്കി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യ തവണ നമ്മളിവിടെ ഒരു 6 ബജ്ജിയാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. ഇവിടെ ഈ പറഞ്ഞ 6 മുട്ടയും മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞവയാണ്. ഇനി ഒരു 15 സെക്കൻഡുകൾക്കുള്ളിൽ നമുക്കിവയെല്ലാം തിരിച്ചിട്ട് മറുവശം മൂപ്പിക്കാം. ബജ്ജിയുടെ എല്ലാ ഭാഗവും ഒരുപോലെ മൂത്ത് ചുവന്നു വരുന്നതുവരെ തിരിച്ചും മറിച്ചുമിട്ട് വേണം മൂപ്പിക്കാൻ. അതുപോലെ ബജ്ജിയെല്ലാം തയ്യാറാക്കി എടുക്കുന്നത് വരെ തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ബജ്ജിയുടെ എല്ലാ വശവും ഒരുപോലെ മൂത്ത് ചുവന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ മുട്ട ബജ്ജി റെഡി ആയിട്ടുണ്ട്. പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര ടേസ്റ്റോട് കൂടിയ ഒരുപാട് ന്യൂട്രീഷ്യസ് അടങ്ങിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.